ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ഇനി മുതൽ ഈ ചാനലിൽ ബാലന്റെയും ഗോമതിയുടെയും കഥയുമായിട്ട് എന്നും എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം പ്രമോ വിശേഷവും വൈകിട്ടിടും, രാവിലെ നമ്മൾ ഫുൾ വിശേഷവും പറയാനായി നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടി നമുക്ക് ഐശ്വര്യത്തോടു കൂടി തന്നെ കഥയിലേക്ക് കിടക്കാം. അങ്ങനെ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബാലനെയും ഗോമതിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ബാലൻ നമ്മുടെ ഗോമതിയോട് പറയുകയാണ്, നീ തന്നെയാണ് എല്ലാവർക്കും വളം വെച്ച് കൊടുക്കുന്നത്, അത് കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന്. അപ്പം ഗോമതി ബാലനോട് പറയുന്നുണ്ട്, അവള് നിങ്ങളോട് പറയാൻ വേണ്ടി തന്നെയാണല്ലോ ഇരുന്നത് ട്യൂഷന്റെ കാര്യം, പക്ഷെ അതിന് പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതിനിപ്പോ എന്ത് ചെയ്യാനാ? പിന്നെ അവള് ഇതൊക്കെ എന്നോട് തുറന്നു പറഞ്ഞു എന്ന് ചോദിച്ചാൽ തുറന്നു പറഞ്ഞിട്ടില്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടുമില്ല. ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ബാലേട്ടനോട് പറഞ്ഞേനെ. ബാലേട്ടനോട് പറഞ്ഞാലും എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? ബാലേട്ടന് ഈ ഒരു പ്രതികരണം തന്നെയല്ലേ ബാലേട്ടനിൽ നിന്ന് ഞാനും പ്രതീക്ഷിക്കുന്നുള്ളൂ. സത്യം പറഞ്ഞ ബാലേട്ടനോട് എന്തെങ്കിലും പറയാൻ ഇപ്പൊ എല്ലാവർക്കും പേടിയാ. അതുകൊണ്ട് അവള് മറച്ചു വെച്ചത്, അല്ലാതെ ബാലേട്ടനോടുള്ള ബഹുമാനക്കുറവോ ധിക്കാരം കൊണ്ടോ ഒന്നും അല്ല. ബാലേട്ടൻ അതൊന്ന് മനസ്സിലാക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലനെ ഇങ്ങനെ പലതും പറഞ്ഞ് ഗോമതി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലൻ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കുകയാണ്. ബാലൻ അറിയാതെ അവിടെ ഒരു ഈച്ച പോലും അനങ്ങുന്നത് ബാലന് ഇഷ്ടമല്ല തന്നെ. ചില സമയം നമുക്ക് കലി വരും കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ വീട്ടിലുണ്ട്, എന്റെ പൊന്നോ എന്തായിരിക്കും അവസ്ഥ. എന്തായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിത്രേനെയാണ്. അപ്പൊ മിത്രയാണെങ്കിൽ റൂമിൽ പോയിരുന്നു ഭയങ്കര കരച്ചിൽ. അപ്പൊ ആര്യം വന്നിട്ട് പറഞ്ഞു, നീ സമാധാനമായിട്ട് ഇരിക്കും മിത്ര, പോട്ടെ, സാരമില്ല, ഏതായാലും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബാക്കി എല്ലാവർക്കും അറിയാലോ. പിന്നെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ, അച്ഛൻ ഇങ്ങനെ തന്നെയാണ്. ഈ ദേവമംഗലം എന്ന് പറയുന്നത് പണ്ട് മുതലല്ല, ഇപ്പോഴല്ല, പണ്ട് മുതലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങള് അറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അച്ഛൻ അങ്ങനെയാ. അച്ഛൻ പണ്ട് മുതലേ അങ്ങനെ ശീലിച്ചു പോയി. ഞങ്ങളൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിച്ചു. നിങ്ങളും കൂടി അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. നീ ചെയ്തത് തെറ്റല്ലെന്ന് ബാക്കി എല്ലാവർക്കും അറിയാം, പക്ഷെ അത് അച്ഛൻ അംഗീകരിക്കാൻ കഴിയാത്തത് അച്ഛനോട് പറഞ്ഞില്ലല്ലോ എന്നതുകൊണ്ടാ. അത് പിന്നെ അച്ഛനോട് ഞാൻ എങ്ങനെയാ പറയുന്നത്? അത് പിന്നെ ഞാൻ ആ ഒരു സമയത്ത് ഒന്ന് ഓർത്ത് നോക്കിക്കേ. സമയം കിട്ടുന്ന ആ ഒരു ടൈമിലൊക്കെ അച്ഛൻ ദേഷ്യപ്പെട്ട് അതും ഇതുമൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെ അമ്മയോട് ഇത് പറയണം 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 എന്നൊക്കെ ഓർത്ത് നടന്നത്. അമ്മേനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറഞ്ഞ്, അമ്മ ഏതായാലും പറയുമ്പോഴത്തേക്കും അച്ഛൻ സമ്മതിക്കായിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്താ ഞാൻ നടന്നത്. പക്ഷെ എന്താന്ന് എനിക്ക് അറിയില്ല, ഈ ഒരു സമയത്ത് ഇങ്ങനെ സംഭവിച്ചു പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യണം? ഞാനൊരു ധിക്കാരി ആയിട്ടൊന്നും അല്ല ഞാൻ പറയാതിരുന്നത്. ഇത് പറയാതിരിക്കില്ലേ, ഞാൻ പറയുക തന്നെ ചെയ്തേനെ. പക്ഷെ അതിനു മുമ്പെല്ലാം കൈവിട്ട് പോയി ആര്യാന്ന് പറയുമ്പം, ഇനിയിപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, ജോലിയും വേണ്ട ഒന്നും വേണ്ട, നീ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നീ മുന്നോട്ടേക്ക് പോയാൽ മതി. ജോലിയൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. നിന്റെ പ്രശ്നം എന്താ? ഞാൻ ജോലിക്ക് പോകുന്നു, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു, അതല്ലേ നിന്റെ പ്രശ്നം? ആ ഒരു ചിന്ത നിനക്ക് വേണ്ട. കാരണം ചെറുപ്പം മുതലേ ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുള്ളതാണ്. കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുകയും കഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയിട്ടുള്ളതാ. ഇത് നീ വന്നതുകൊണ്ടുള്ള മാറ്റമൊന്നുമല്ല. നീ അത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പം നിന്നെ വിവാഹം കഴിച്ചില്ലെങ്കിലും ഒരുപക്ഷെ ഞാൻ ഈ സമയത്ത് ജോലിക്ക് പോയേനെ. കാരണം നിന്നെ നമ്മുടെ വിവാഹം കഴിഞ്ഞില്ലെങ്കിലും അച്ഛൻ പറയാനുള്ളതൊക്കെ എന്നെ പറയും. അത് പണ്ട് മുതലേ ഞാൻ കേട്ട് ശീലിച്ചതാ, അതെനിക്കറിയാം. അപ്പോഴത്തേക്ക് നമ്മുടെ ആര്യം പറയുന്നുണ്ട്, എനിക്ക് അറിയാം, ഒരിക്കലും അങ്കിള് വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല എന്നെ കുറ്റപ്പെടുത്തിയത്. അങ്കിളിന്റെ സ്നേഹമുണ്ട് എന്നോട്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേ, അതുപോലെ ഞാൻ കാരണം മീനാക്ഷി ചേച്ചിക്കും കൂടെ അല്ലേ വഴക്ക് കേട്ടത്. മീനാക്ഷി ചേച്ചിക്ക് എന്ത് തോന്നിക്കാണും? നമുക്കൊരു ഹെൽപ്പ് ചെയ്തല്ലേ മീനാക്ഷി ചേച്ചി. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കാരണം വേറൊരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുക. ഇപ്പൊ നമ്മൾ അതല്ലേ നോക്കേണ്ടത് മിത്ര ഇപ്പൊ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, പഠിത്തം, അത് മാത്രം മതി, ഇനി വേറെ ഒന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് ആര്യൻ പറഞ്ഞിങ്ങനെ സമാധാനപ്പെടുത്തണം. അപ്പൊ ആര്യൻ പറഞ്ഞു, നിനക്ക് ഇനിയിപ്പം എന്തെങ്കിലും കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ, ഞാൻ കഷ്ടപ്പെടും എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞോളാം, എനിക്കൊരു പ്രശ്നമില്ല ജോലി ചെയ്തതിന്, ഞാൻ ഹാപ്പിയാണ് എന്ന്. അപ്പൊ പിന്നെ നീ ഹാപ്പി ആകുമെങ്കിൽ അതാണല്ലോ നല്ലത്. അതുകൊണ്ട് വിഷമിക്കണ്ട, കരയണ്ട, ഈ പ്രശ്നം ഇവിടെ തീർന്നു, ദേവമംഗലം ഇങ്ങനെയാണ്, അങ്ങനെ അങ്ങ് കരുതിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മിത്രയ്ക്ക് ഒരു ആശ്വാസം വരാനും ഇല്ല. ആശ്വാസവാക്കുകളൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ മിത്രയുടെ മനസ്സ് നിറയെ അവൾ ഒറ്റ ഒരുത്തി ഇതെല്ലാം പറഞ്ഞു വരുത്തിയത് ദേവി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മീനാക്ഷിയും മിത്രയും കൂടെ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഗോമതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഗോമതിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഗോമതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു വാക്ക് പറയത്തില്ലായിരുന്നു മക്കളെ എന്ന് ചോദിച്ചപ്പോൾ, അതിനുള്ള ടൈം കിട്ടാത്തോണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇത് അമ്മയോട് പറഞ്ഞിട്ട് തന്നെ ഇത് പറയണം എന്നൊക്കെ ഓർത്തിരുന്നായിരുന്നല്ലോ. പക്ഷെ എന്ത് ചെയ്യാൻ എനിക്കറിയില്ല. അതിനു മുമ്പായിട്ട് ആ
പണ്ടാരക്കാലത്ത് ചെന്ന് പറഞ്ഞു കൊടുത്തു എല്ലാം. അവൾക്ക് എന്തിന്റെ സൂക്കേട്, അവൾ എന്തിനാ ഇങ്ങനെ തുടങ്ങുന്നത്? ഏറ്റവും ജീവിതം തകർക്കാനാണ് അവളുടെ ഉദ്ദേശം. അവൾക്ക് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ, അത് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര ഇങ്ങനെ ദേഷ്യപ്പെടും. അപ്പൊ മീനാക്ഷിയും പറയുന്നുണ്ട്, എന്നിട്ട് ഒരു കൂസലുമില്ലാതെ അവള് നടക്കുന്നത് കണ്ടില്ലേ, എല്ലാം ചെയ്തു വെച്ചിട്ട്. ഞാനൊന്നും അറിഞ്ഞില്ലേ, അമ്മനാരായണെന്ന് പറഞ്ഞ രീതിയിലല്ലേ അവള് നടക്കുന്നത്. അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവി ആ വഴി വരുന്നത്. അങ്ങനെ ദേവി വന്നതും നമ്മുടെ ഗോമതി പറഞ്ഞു, മോളെ എന്താ മോളെ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. വന്ന ഉടനെ തന്നെ മോളെ എന്നൊക്കെയല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ, വേറൊന്നും വിളിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ബാലൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും ദേവീനെ വഴക്ക് പറയുന്നത് ബാലൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു ഭൂകമ്പം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഗോമതി പറഞ്ഞു, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങളിപ്പം മിണ്ടാതിരിക്കുക, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന്. അപ്പൊ ഇവരിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടതും നമ്മുടെ ദേവി വന്ന് ചോദിച്ചു, അല്ല മിത്രയ്ക്ക് വിഷമമായോ? മിത്രേ കരയണ്ടാട്ടോ, സാരമില്ലാട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മീനാക്ഷി പറഞ്ഞു, എന്ത് വിഷമം? ഒരു വിഷമവും ഇല്ല. എന്തിനാ വിഷമിക്കുന്നത്? വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അന്തസ്സായിട്ട് ചെയ്യാനിരുന്ന ഒരു ജോലി പോയി, അതുകൊണ്ടേ മിത്ര ഇരുന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ? ഏതോ ഒരാള് ചെന്ന് പറഞ്ഞു കൊടുത്തു, ഏതോ ഒരു മൂദേവി ചെന്ന് പറഞ്ഞു കൊടുത്തു, അതോടുകൂടി തീർന്നില്ല എല്ലാം. അതേത് മൂദേവിയാന്നോ ആർക്കറിയാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് ഇവരാരും അറിഞ്ഞില്ല ദേവിയാണ് പറഞ്ഞത് എന്ന് ഉള്ള രീതിയിലും സംസാരിക്കുകയാണ്. പക്ഷെ അത് ദേവി അറിയുകയും ചെയ്യണം. പക്ഷെ പൊട്ടിയാണ് കേട്ടോ. ദേവിക്ക് ഇതൊക്കെ കേട്ടാൽ മനസ്സിലാവുമോ? ദേവിയാണെങ്കിൽ ശരിയാ, അത് ആരാണോ ചെന്ന് പറഞ്ഞു കൊടുത്തതെന്ന് അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ദേവിയും. അപ്പം ദേവീനെ തന്നെയാണ് ഈ പറയുന്നത് ഫുള്ള്. ആരാണെങ്കിലും അവൾ ഗതി പിടിക്കാൻ പോകുന്നില്ല. ജീവിതം തകർക്കാൻ വേണ്ടി ഓരോരുത്തർ ഇറങ്ങി തിരിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? ആ പറഞ്ഞു കൊടുത്തവളുണ്ടല്ലോ, അവൾ ആരാണെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് നമ്മുടെ മീനാക്ഷിക്ക് ഇച്ചിരി പറയാനൊക്കെ ഇച്ചിരി ഇതുണ്ടല്ലോ. അപ്പൊ മീനാക്ഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മിത്ര ഇങ്ങനെ കരയുന്നു. അപ്പോഴത്തേക്കും സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ ദേവിക്കൊന്നും മനസ്സിലായില്ല. ദേവീനെയാ പറഞ്ഞതെന്നൊന്നും മനസ്സിലായി. സത്യം പറഞ്ഞ ദേവി മന്ദബുദ്ധിയാണോ പൊത്തിയാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നൊരു അവസ്ഥ. ഏതായാലും ഈ കാര്യം നേരെ നമ്മുടെ ദേവിയുടെ അമ്മേനെ വിളിച്ച് പറയും, ഇങ്ങനെ ഒരു കാര്യം നടന്നു, ഞാൻ ആ കാര്യം പറഞ്ഞു കൊടുത്തത്, പക്ഷേ ഇവിടെ അത് ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മോളാണ് പറഞ്ഞു കൊടുത്തത്. ഏതായാലും ബാലന്റെ മനസ്സിലെ ഒരു സ്നേഹം അത് പിടിച്ചു പറ്റുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, അത് നീ കളയരുത്. അതെപ്പോഴാണെങ്കിലും എന്താണെങ്കിലും ബാലന്റെ ആ ഒരു സ്നേഹം നിനക്ക് കിട്ടണം. അവിടെ നിനക്ക് ബാലൻ ആ ഒരു പ്രാധാന്യം തരണം. അതിന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ബാലൻ അറിയാത്ത കാര്യം നീ പറഞ്ഞു കൊടുത്തു എന്ന് അറിയുമ്പോൾ ബാലൻ എന്ത് സന്തോഷമാവും എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പം ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് നമ്മുടെ ദേവിയുടെ അമ്മ, അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീയാണ് പറഞ്ഞു കൊടുത്തെന്ന് വല്ലതും അറിഞ്ഞോ? ഇല്ലമ്മേ, ഇവിടെ ആർക്കും അറിയത്തില്ല ഞാനാ പറഞ്ഞു കൊടുത്തതെന്ന്, വേറെ ആരാണ്ട് പറഞ്ഞു കൊടുത്തതെന്നും പറഞ്ഞുകൊണ്ട് അവരെ ആയിരുന്നു പ്രാകുന്നതെന്ന്. പൊട്ടി, അല്ലാതെ പിന്നെ എന്താ പറയാ, നമുക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മളെ തന്നെയാ പറയുന്നതെന്ന്. ഏതായാലും വന്നാൽ പിന്നെ ഫോൺ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച് തീരുന്നതും പെട്ടെന്ന് നമ്മുടെ മീനാക്ഷിയും മിത്രയും കൂടെ വരികയാണ് കേട്ടോ. എന്തിനാ വരുന്നത്? ദേവീനെ നല്ല 2 പറയാന്. അങ്ങനെ നമ്മുടെ മിത്ര വന്നിട്ട്, അതെ എനിക്ക് ദേവിയേടത്തിയോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അതെ, ദേവിയേടത്തി ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും അറിയില്ലെന്നാണോ ദേവിയേടത്തി വിചാരിച്ചത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലാലെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതല്ലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്നോർത്ത് ഇങ്ങനെ പൂച്ചയെ പോലെ മിണ്ടാതെ നടന്നേ ഓരോ കാര്യം സാധിച്ചെടുക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? അല്ല മിത്ര എന്താ ഈ സംസാരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ ദേവി പറഞ്ഞപ്പോഴത്തേക്കും മീനാക്ഷി പറഞ്ഞു, ഒന്നും മനസ്സിലാവില്ല, മനസ്സിലാകാത്ത പോലെ അഭിനയിക്കല്ലേ നിങ്ങള്. ഇവളുടെ കാര്യം ചെന്ന് പറഞ്ഞു കൊടുത്തതേ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാം, അത് നിങ്ങളല്ലേ ചെന്ന് പറഞ്ഞു കൊടുത്തത്. എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് പാവം ജീവിക്കട്ടെ. ഏടത്തിമാരായ നമ്മള് അതിന് സമ്മതിച്ചു കൊടുക്കല്ലേ ചെയ്യേണ്ടത്, ഹെൽപ്പ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ എന്താ ചെയ്തത്? അവിടെ പാരപെടുന്നത് നിങ്ങള്, പാരപെടുന്നത് നിങ്ങള്. അപ്പം മിത്ര പറഞ്ഞു, ഞാന് ഇത് അവസാനത്തെ വാണിംഗ് ആയിട്ട് പറയാ, ഇനി മേലാൽ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം ആരോടെങ്കിലും പറഞ്ഞു, പക്ഷെ എൻ്റെ കാര്യം നിങ്ങൾ പറയാൻ നിൽക്കണ്ട. ഞാനും ആരിനും എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോളാം. നിങ്ങൾക്ക് ആരുടെയെങ്കിലും സ്നേഹം പിടിച്ചു പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അങ്ങോട്ട് സ്നേഹിച്ചോ. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു കൊടുത്തു നോണയും കുശും കുഞ്ഞായ്മയും പറഞ്ഞു കൊടുത്തുള്ള ഈ സ്നേഹം പിടിച്ചു മേടിച്ചിട്ടുണ്ടല്ലോ, ഒരു സ്ത്രീയുടെ നല്ല കഴിവൊന്നും അല്ലത്. അതൊക്കെ ഒരു ബാഡ് കഴിവില് ഉൾപ്പെടുന്ന സാധനങ്ങൾ. നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങൾക്ക് ഒരു പെണ്ണിനോട് നിങ്ങൾക്ക് ഒരു മര്യാദയുണ്ടോ? നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ ആദ്യം അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക.
അപ്പം ദേവി പറഞ്ഞു, അത് പിന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ബാലച്ചൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അറിയാതെ എൻ്റെ വായിന്ന് വീണതാ, അതാ പറഞ്ഞത്. ഇനി ഞങ്ങളുടെ കാര്യം കൂടുതൽ ചോദിക്കാനും പറയാനും നിൽക്കണ്ട, ഇതോടുകൂടി നിർത്തിക്കോണം. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് പറഞ്ഞ് അങ്ങ് പോയി. ഈ സമയത്ത് ദേവി കരഞ്ഞോണ്ടും അങ്ങ് പോയി കേട്ടോ. ദേവിക്ക് പിന്നെ വേറെ വല്ലതും ഉണ്ടോ, ഇനിയിപ്പം കരയല്ലേ ഉള്ളൂ. ഏതായാലും ദേവി കരഞ്ഞോണ്ടും അങ്ങ് പോവുകയാണ്. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആര്യൻ കടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ, സോറി ആര്യനല്ല കേട്ടോ, ആകാശ് കടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കണക്കൊക്കെ നമ്മുടെ ബാലനെ കാണിക്കുക. അപ്പോഴേക്കും അങ്ങോട്ട് നമ്മുടെ ധർമ്മനും വരുന്നുണ്ട്. അപ്പം ധർമ്മനോട് ചോദിച്ചു, നീ പുറത്തെ കണക്കൊക്കെ എടുക്കാൻ പോയോ, നീ പുറത്തെ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ പോയോ? അത് പിന്നെ ഈ നട്ടുച്ചയ്ക്കാണോ അളിയ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്? നട്ടുച്ചയ്ക്കാണെങ്കിലും അല്ലെങ്കിലും ജോലി ചെയ്യാനുള്ളത് ജോലി ചെയ്യണം, മര്യാദയ്ക്ക് പൊക്കോണം എന്നൊക്കെ പറഞ്ഞ് ധർമ്മനോട് വഴക്ക് പറയണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഒന്നും രണ്ടും എപ്പോഴും പറയുന്നവരെ വഴക്കാവുകയാണ്. അപ്പോഴത്തേക്കാണ് അങ്ങോട്ടേക്ക് രാമേട്ടൻ വരുന്നത്. അപ്പൊ രാമേട്ടൻ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി രാവിലെ ഒരു ചൂടെന്ന് ചോദിച്ചപ്പോ, എന്ത് ചെയ്യാനാ, തല പൊങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോന്ന്, കടയിലും സമാധാനം തരത്തില്ല, വീട്ടിലും സമാധാനം തരത്തില്ല. കണ്ടില്ലേ എന്താ നടക്കുന്നതെന്ന്. ജോലിക്ക് പോയിരിക്കുന്നു, ജോലിക്ക്. ഇവിടെ ആരും പട്ടിണി, ഇവിടെ എല്ലാവരും പട്ടിണി കിടക്കുവാണല്ലോ, ആഹാരവും കഴിക്കുന്നില്ലല്ലോ, ഈ ബാലനെ ധിക്കരിച്ച് ജോലിക്ക് പോകാൻ വേണ്ടി. അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ പെട്ടെന്ന് നമ്മുടെ ആകാശ് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷിയോട് അച്ഛൻ കുറച്ച് പറഞ്ഞത് കൂടിപ്പോയിന്ന്. ഇത് കേട്ടതും ബാലന് ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ ബാലനോട് ധിക്കാരം പറഞ്ഞതുപോലെ തോന്നും നമ്മുടെ ആകാശ് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാമേ. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.